വിശദമായ വാർത്തകളിലേക്ക്. ദിർഹം നൽകാമെന്ന് പറഞ്ഞ് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ ഉടൻ വലയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ചെറുവത്തൂർ കാടങ്കോട് സ്വദേശി ഹനീഫയ്ക്കാണ് തട്ടിപ്പിൽ 5 ലക്ഷം രൂപ നഷ്ടമായത്. ബംഗാൾ സ്വദേശികളായ 3 പേരാണ് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ ഒരാളുടെ CCTV ദൃശ്യം പോലീസ് പുറത്തുവിട്ടിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട 2 പേർ ദിർഹം മാറാൻ ഹനീഫയോട് സഹായം ആവശ്യപ്പെടുകയായിരുന്നു. 100 ദിർഹം 100 രൂപയ്ക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇത്തരത്തിൽ 5 ലക്ഷം രൂപയ്ക്കുള്ള ദിർഹം തങ്ങളുടെ പക്കലുണ്ടെന്നും ഇവർ ഹനീഫയെ വിശ്വസിപ്പിച്ചു. കടം വാങ്ങിയും ഭാര്യയുടെ സ്വർണം പണയപ്പെടുത്തിയും പണം സ്വരൂപിച്ചു നൽകി. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് തട്ടിപ്പ് സംഘം തുണിസഞ്ചിയിലുള്ള പൊതി നൽകിയതിനു ശേഷം ഹനീഫയിൽ നിന്നും പണം കൈക്കലാക്കി റെയിൽവേ ട്രാക്ക് കടന്ന് ഓടുകയായിരുന്നു. നൽകിയ കെട്ടുകളിൽ ദിർഹത്തിന് പകരം പത്രക്കടലാസുകൾ മടക്കി വെച്ച നിലയിലായിരുന്നു. സമാന രീതിയിൽ മറ്റൊരാളോട് ദിർഹം മാറി പണമാക്കാൻ ശ്രമം നടന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് കാഞ്ഞങ്ങാട് DYSPയുടെ സ്ക്വാഡ് കേസ് അന്വേഷണം ഏറ്റെടുത്ത് നടത്തിയിരുന്നുണ്ട്. അപ്പോൾ ഏകദേശം അതിലൊക്കെ ഉൾപ്പെട്ട ആൾക്കാരുടെ വ്യക്തമായ ചിത്രം രൂപപ്പെട്ടു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും മറ്റേ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. CCTV ദൃശ്യങ്ങളും ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. നവീകരണത്തിന് ശേഷം പാലക്കാട് പട്ടാമ്പി തിരുവേഗപ്പുറ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പ്രളയത്തിന് ശേഷം ഉണ്ടായ കേടുപാടുകളാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. 90 ലക്ഷം രൂപയാണ് നവീകരണത്തിന് ചെലവഴിച്ചത്. നവീകരണത്തിന് വേണ്ടി കഴിഞ്ഞ മാസം 25 മുതൽ പാലമടച്ച് ഗതാഗതം നിരോധിച്ചിരുന്നു. പാലത്തിന് മുകളിലെ ജോയിന്റ് സ്പാനുകളുടെ തകർച്ച പരിഹരിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് പൂർത്തിയായത്. ഗുരുവായൂരിൽ ഇന്ധന വില വർധനവ്, തൊഴിലില്ലായ്മ, വാക്സിൻ ലഭ്യത തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉയർത്തി DYFI സംഘടിപ്പിക്കുന്ന റിലേ സത്യഗ്രഹം 3 ദിവസം പിന്നിട്ടു. 3ാം ദിവസത്തെ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 10 വരെയാണ് സത്യഗ്രഹ സമരം. ചിറ്റാറ്റുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം, DYFI ബ്ലോക്ക് സെക്രട്ടറി ആഷിഖ് വലിയകത്ത്, പ്രസിഡന്റ് EV പ്രബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം നെടുമങ്ങാട് ഉഴപ്പാക്കോണത്ത് സൂര്യഗായത്രിയെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയായ അരുണിനെ സൂര്യഗായത്രിയുടെ വീട്ടിലും ഉഴപ്പാക്കോണം ജംഗ്ഷനിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. വലിയമല CIയുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. കോഴിക്കോട് നാദാപുരത്ത് വ്യാപാരികളും പോലീസും തമ്മിൽ തർക്കത്തെ തുടർന്ന് ബസ് സ്റ്റാൻഡ് അടച്ചു. നാദാപുരം പഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണായ 21ാം വാർഡിൽ കഴിഞ്ഞ 3 ദിവസമായി കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. കടയടപ്പ് അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടി വ്യാപാരി നേതാക്കൾ കടകൾ തുറക്കാൻ നിശ്ചയിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. തുടർന്ന് ബസ് സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും ഉൾപ്പെടെ പോലീസ് എത്തി അടപ്പിച്ചു. ഇതോടെ മറ്റിടങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് ദുരിതത്തിലായത്. സെപ്റ്റംബർ 15 നടക്കുന്ന വാതിൽപ്പടി സേവന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഓങ്ങല്ലൂരിൽ ജില്ലാതല അവലോകന യോഗം ചേർന്നു. മുഹമ്മദ് മോഹസിൻ MLA, ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി എന്നിവരുടെ നേതൃത്വത്തിൽ കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്തു. സർക്കാരിന്റെ 100 ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭാ പ്രതിനിധികളുമായി മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്തു. വീടുകളിൽ ഡോർ സ്റ്റെപ്പിൽ അവശത അനുഭവിക്കുന്നവർക്ക് സർവീസ് ലഭ്യമാക്കുക എന്ന പ്രവർത്തനം, അതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റു ജില്ലകളിലൊക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പഞ്ചായത്തുകൾ പൈലറ്റ് സ്റ്റഡിക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട DDP അടക്കമുള്ളവരും അത് അവലോകനം ചെയ്ത് പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പുനലൂർ നഗരസഭാ ഭരണം സ്തംഭനത്തിലെന്ന് പ്രതിപക്ഷം. കോവിഡ് പ്രതിരോധം പാളിയതിനെ തുടർന്ന് ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള സ്ഥലമായി പുനലൂർ മാറിയെന്നും UDF ആരോപിച്ചു. പുനലൂർ നഗരസഭാ ഭരണത്തിൽ പിടിപ്പുകേടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആരോപിച്ചിരുന്നു. തുടർന്ന് ഭരണപക്ഷവും സെക്രട്ടറിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രതിഷേധ സൂചകമായി സെക്രട്ടറി അവധിയിൽ പ്രവേശിച്ചു. കത്താത്ത തെരുവുവിളക്കുകൾ ഓണത്തിന് മുമ്പ് നവീകരിക്കുമെന്ന ഭരണസമിതിയുടെ വാഗ്ദാനം പൊളിഞ്ഞു. കോവിഡ് പ്രതിരോധം പാളിയതിനെ തുടർന്ന് ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള സ്ഥലമായി പുനലൂർ മാറിയെന്നും UDF ആരോപിച്ചു.
പ്രതിഷേധ സൂചകമായി ലീവ് എടുത്തു പോയിട്ട് നാളുകൾ പിന്നിടുകയാണ്. അതിന് പകരം ചാർജ് കൊടുത്തിരിക്കുന്നത് നഗരസഭയിലെ റവന്യൂ ഓഫീസർക്ക് മാത്രമാണ്. ആ റവന്യൂ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പള ബിൽ ഉൾപ്പെടെയുള്ളത് തയ്യാറാക്കി നൽകാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. കോവിഡ് മൂലം മരിച്ചവരുടെ ഉൾപ്പെടെ ദിവസവും നിരവധി മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന നഗരസഭയുടെ ശ്മശാനം ഇപ്പോൾ പ്രവർത്തിക്കാതെയായി. ജീവനക്കാർക്ക് സമയബന്ധിതമായി ശമ്പളം നൽകാൻ കഴിയുന്നില്ല. നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത് മറച്ചുവയ്ക്കാൻ കൗൺസിൽ ചേരുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ന്യൂസ് 18 പുനലൂർ. ഇടുക്കി അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ നടന്ന ക്രമക്കേടുകൾ പുറത്ത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മറവിൽ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും CDS അംഗങ്ങളും ചേർന്ന് വിനോദയാത്ര നടത്തിയതായി ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJPയും രംഗത്തെത്തി. തൊഴിലുറപ്പ് പദ്ധതികളുടെ ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2,67,132 രൂപയുടെ ക്രമക്കേടാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. CDS അംഗങ്ങളാണ് പദ്ധതി തുക ഉപയോഗിച്ച് നടത്തിയ വിനോദയാത്രയെക്കുറിച്ച് അന്വേഷണ കമ്മീഷന് മൊഴി നൽകിയത്. സർക്കാരിന് നഷ്ടമായ തുക കരാറുകാരിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും വീഴ്ച വരുത്തിയ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമെതിരെ വകുപ്പുതല അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പഞ്ചായത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണം എന്നാണ് ആവശ്യം. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓവർസിയർമാരെയും അതുപോലെ CDS മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ കൂടി വലിയൊരു അഴിമതി നടത്തിയിട്ടുള്ളവരാണ്. LDFിൻ്റെയും UDFിൻ്റെയും ഒന്നിച്ചു നിന്നുകൊണ്ട് അഴിമതി നടത്തി അതിൻ്റെ ലാഭവിഹിതം നേരിട്ട് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് കൊടുക്കുകയും അത് പോരാഞ്ഞ് ഇതിലെ LDFിൻ്റെയും UDFിൻ്റെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഒന്നിച്ച് വിനോദയാത്ര സംഘടിപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. ഒരു ബോർഡിന് ഒന്നിലധികം പ്രാവശ്യം പണം നൽകിയും ചെറിയ ബോർഡിന് വലിയ ബോർഡിൻ്റെ തുക നൽകിയതുമായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ കുടിവെള്ള സംഭരണി, തൊഴുത്തു നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികളിലും ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. LDF ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുവാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ന്യൂസ് 18 കട്ടപ്പന. തൃശൂർ അവണിശ്ശേരിയിൽ മകന്റെ അടിയേറ്റ് അച്ഛനും അമ്മയും മരിച്ചു. അവണിശ്ശേരി ഏഴുകമ്പനി സ്വദേശികളായ തങ്കമണി, രാമകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. മകൻ പ്രദീപ് മാതാപിതാക്കളെ മഴുകൊണ്ട് തലക്കിടിക്കുകയായിരുന്നു. രാമകൃഷ്ണൻ ഇന്നലെയും തങ്കമണി ഇന്ന് രാവിലെയുമാണ് മരിച്ചത്. പ്രദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ കോവിഡ് രോഗികളുമായി എത്തിയ ആംബുലൻസ് മറിഞ്ഞു. സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 5 പേരെ പരുക്കുകളോടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. സിഗ്നൽ ശ്രദ്ധിക്കാതെ അമിത വേഗതയിൽ ആംബുലൻസ് എത്തിയതാണ് അപകട കാരണം. തൃശൂരിൽ ഇന്റീരിയർ ഡെക്കറേഷൻ സ്ഥാപനത്തിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയ ആൾക്കെതിരെ കൂടുതൽ പരാതി. സ്ഥാപനത്തിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ഇന്റീരിയർ ഡെക്കറേഷൻ സ്ഥാപനത്തിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് പേരകം സ്വദേശി ഷനോജ് തട്ടിപ്പ് നടത്തിയത്. ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒട്ടേറെ പേരാണ് പരാതിയുമായി എത്തിയത്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു, നമുക്ക് നീ ഒരു കാര്യം ചെയ്യും, ഓട്ടോറിക്ഷ ഓടിച്ചിട്ടൊന്നും രക്ഷപ്പെടാൻ പോകില്ല. ഒരു 2 ലക്ഷം റുപ്യ മുടക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 8% വെച്ചിട്ട് മാസം ഒരു 20,000 റുപ്യ വെച്ചിട്ട് നിനക്ക് തരാം. കൂടാതെ അവൻ കമ്പനിയിൽ എന്നെ ഒരു പാർട്ട്ണറാക്കിയിട്ട് കൂട്ടിയിട്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടിയിൽ ചേർന്നത്. കുന്നംകുളം ചെമ്മണ്ണൂർ സ്വദേശി നിഷാദിന്റെ 13.5 ലക്ഷം രൂപയും പാലപ്പെട്ടി സ്വദേശി അമീറിന്റെ 3.5 ലക്ഷവും ഇത്തരത്തിൽ തട്ടിയെടുത്തു. വടുതലയിൽ ആരംഭിച്ച ഓഫീസ് കേന്ദ്രീകരിച്ചും ഇയാൾ തട്ടിപ്പ് നടത്തിയതായി പരാതിയുണ്ട്. വർക്ക് എടുക്കുക, അവിടുന്ന് അഡ്വാൻസ് വാങ്ങുക, ഇതൊക്കെയാണ് എന്റെ സ്ഥിരം പരിപാടി. ഈ വർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. വർക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് കാണൂല. എരുമപ്പെട്ടി സ്വദേശിയായ സ്കൂൾ മാനേജറും തട്ടിപ്പിനിരയായി. പ്രതിക്കെതിരെ കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഗുരുവായൂർ. വ്യാജ ID കാർഡ് കാണിച്ച് പോലീസിനെ കബളിപ്പിച്ച യുവാവിനെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ആംബുലൻസ് ഡ്രൈവറായ കൊട്ടാരക്കര തലച്ചിറ സ്വദേശി അജ്മൽ നസീറാണ് പിടിയിലായത്. MC റോഡിൽ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ വരികയായിരുന്ന ഇയാളെ പോലീസ് തടഞ്ഞു നിർത്തി. വെട്ടിക്കവല പഞ്ചായത്തിന്റെ ആംബുലൻസ് ഡ്രൈവറാണെന്ന് പറഞ്ഞ് ID കാർഡ് കാണിച്ചു. സംശയം തോന്നി ഫോട്ടോ എടുത്ത് പോലീസ് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ID വ്യാജമാണെന്ന് കണ്ടെത്തിയത്. വാളകത്തെ ഒരു സ്ഥാപനത്തിൽ നിന്നുമാണ് ID കാർഡ് ഉണ്ടാക്കിയതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. നിരവധി മോഷണ കേസുകളിലെ പ്രതികളായ 3 പേരെ എറണാകുളം കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം വാരപ്പെട്ടി സ്വദേശി സുബിൻ,
കരിങ്ങാച്ചിറ സ്വദേശി ദേവദത്തൻ, പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ച ഓട്ടോയും പള്ളിക്കരയിൽ നിന്ന് മോഷ്ടിച്ച ഒരു ബൈക്കും പോലീസ് കണ്ടെടുത്തു. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. പകൽ മോഷണ സ്ഥലം കണ്ടുവച്ച ശേഷം രാത്രി ഓട്ടോയിലും ബൈക്കിലുമായി എത്തിയാണ് മോഷണം നടത്തുന്നത്. പോലീസിനെ കണ്ട സംഘം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വീണ്ടും വാർത്തകളിലേക്ക്. അനധികൃതമായി കോവിഡ് പരിശോധന നടത്തിവന്നിരുന്ന എറണാകുളം ഇടപ്പള്ളിയിലെ കൊച്ചിൻ ഹെൽത്ത് കെയർ ഡയഗ്നോസ്റ്റിക് സെന്റർ പൂട്ടിച്ചു. ഒരു മാസം ഒരേ PPE കിറ്റ് ധരിച്ച് പരിശോധന നടത്തിയതടക്കം ഗുരുതരമായ ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ലാബുടമയ്ക്കെതിരെ പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരം കേസെടുത്തതായി ജില്ലാ കളക്ടർ ജാഫർ മാലിക് അറിയിച്ചു. പരിശോധന നടത്താൻ ലൈസൻസ് ഇല്ല, കോവിഡ് പോസിറ്റീവ് ആയവരുടെ രേഖകളില്ല, വിവരങ്ങൾ സർക്കാർ സംവിധാനങ്ങളിലേക്ക് മാറ്റാൻ പോലും ക്രമീകരണങ്ങളില്ല. പരിശോധന നടത്തിയിരുന്നതാവട്ടെ ഒരു മാസം ഒരേ PPE കിറ്റ് ധരിച്ച്. അതീവ ഗൗരവകരമായ വിഷയങ്ങളാണ് ഇടപ്പള്ളി ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വന്ന കൊച്ചിൻ ഹെൽത്ത് കെയർ ഡയഗ്നോസ്റ്റിക്സ് ലാബിൽ കണ്ടെത്തിയത്. ജില്ലാ കളക്ടർക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക സ്ക്വാഡിന്റെ പരിശോധന. ഉടമയ്ക്കെതിരെ പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരം കേസെടുത്തു. എല്ലാം വയലേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ വയലേഷൻ കോവിഡ് പരിശോധന നടത്തുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ലൈസൻസോ അല്ലെങ്കിൽ ICMR അപ്രൂവൽ ഇവരുടെ കയ്യിലില്ല. ഈ ചെയ്യുന്ന PPE കിറ്റൊക്കെ മാറി മാറി അതേ PPE കിറ്റാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. ഒരു മാസത്തിനധികമായി സെയിം PPE കിറ്റ് വെച്ചിട്ടാണ് പബ്ലിക്കിനെ കൊടുത്തിരിക്കുന്നത്. ഈ പരിശോധന കഴിഞ്ഞ ശേഷം വരുന്ന റിസൾട്ട് ആരും ഒരു ഓഥറൈസ്ഡ് പേഴ്സൺ അല്ല സൈൻ ചെയ്ത് കൊടുക്കുന്നത്, ഒരു ലാബ് ടെക്നീഷ്യൻ ഇതിനാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആ പരിശോധനയിലെ പോസിറ്റീവായ ആളുകളുടെ ഒരു റെക്കോർഡും ഇവരുടെ കയ്യിലില്ല. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നത്. ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നുവെങ്കിലും പരിശോധനാ വിവരങ്ങൾ അതിലേക്ക് മാറ്റിയിരുന്നില്ല. ഒരു മാസത്തിലധികമായി ലാബിൽ ഡോക്ടർ എത്തിയിട്ടില്ലെന്നും വ്യക്തമായി. ഒരു ടെക്നീഷ്യൻ മാത്രമാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന ലാബുകളുണ്ടോ എന്ന് കണ്ടെത്താനായി റെയ്ഡുകൾ തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പരിശോധനകൾക്കായി പ്രത്യേക സ്ക്വാഡിനെയും നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തൃശൂർ പുത്തൂരിൽ ചുഴലിക്കാറ്റ്. പുലർച്ചെ 5:30ഓടെയാണ് ചുഴലിക്കാറ്റുണ്ടായത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. ആർക്കും പരിക്കില്ല. നിപ ഭീതിയെ തുടർന്ന് റംബൂട്ടാൻ വാങ്ങാൻ ആളില്ല. വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച റംബൂട്ടാൻ കടകളിൽ നിന്നും നീക്കം ചെയ്യുകയാണ് എടവണ്ണയിലെ വ്യാപാരികൾ. മിക്കയിടത്തും കൃഷിയിടത്തിൽ പഴുത്തു തുടങ്ങിയ റംബൂട്ടാൻ ആർക്കും വേണ്ടാതെയായി. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ബാധിച്ച് മരിച്ച കുട്ടി റംബൂട്ടാൻ കഴിച്ചിരുന്നുവെന്ന വാർത്തയാണ് റംബൂട്ടാൻ വിപണിക്ക് തിരിച്ചടിയായത്. കഴിഞ്ഞ ദിവസം എടവണ്ണയിലെ മുത്തോസ് ബേക്കറി ഉടമ വിൽപ്പനയ്ക്കായി എത്തിച്ച 50 കിലോ റംബൂട്ടാൻ വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. സാധാരണ നിലയ്ക്ക് 2 ദിവസം കൊണ്ട് വിറ്റുപോകാറുള്ള റംബൂട്ടാനാണിതെന്ന് കടയുടമ പറയുന്നു. കടന്റെ മുന്നിലുണ്ടാവുന്നത് കടക്കൊരു പ്രൗഢിയായിരുന്നു ഇത്രയും കാലം. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇതിന്റെ പേരിൽ നമുക്ക് എല്ലാ കസ്റ്റമർ വരുമ്പോൾ ഓരോന്നും പറയാണ്. അതുകൊണ്ട് ഇത് വിൽക്കാനൊരു പേടിയുണ്ട്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ആര് വന്നാലും ഇത് നമുക്കൊരു നോട്ടാണ് പെട്ടെന്ന്. ഇങ്ങോട്ട് എന്ത് പറയും, ഇതെന്തത് ഇവിടെ കൊണ്ടേക്കുന്ന സാധനം ചോദിക്കാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു പേടിയുണ്ട് ഇത് വിൽക്കാനൊക്കെ. വഴിയോര കച്ചവടങ്ങളിലും റംബൂട്ടാൻ സജീവമായിരുന്നു. വവ്വാൽ, പക്ഷികൾ തുടങ്ങിയവ കടിച്ച പഴങ്ങൾ തൊടുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാ പഴവും ആളുകൾ വാങ്ങാനും കഴിക്കാനും മടിക്കുകയാണ്. അതേസമയം കൃഷിയിടത്തിൽ പഴുത്തു തുടങ്ങിയ റംബൂട്ടാനും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കാര്യമായ ഒരു പരിചരണവും ഇല്ലാതെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കർഷകർക്ക് ലഭിച്ചുവന്ന വരുമാനമാണ് പെട്ടെന്ന് നിലച്ചത്. സ്ഥിര വരുമാന മാർഗമായി ഒട്ടേറെ പേർ ഈ കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു. അതിനിടെയാണ് ഈ അപ്രതീക്ഷിത തിരിച്ചടി. ന്യൂസ് 18 എടവണ്ണ. വർഷങ്ങളോളം കാത്തുവച്ച അത്യപൂർവ ഖുർആൻ പതിപ്പ് ലേലത്തിന് വച്ചിരിക്കുകയാണ് മലപ്പുറം തിരൂർക്കാട് സ്വദേശി റഷീദ് അലി തോണിക്കര. തീപ്പെട്ടിക്കൊള്ളിയോളം വലുപ്പമുള്ള ഖുർആൻ പതിപ്പാണ് പള്ളിക്കായി ധനസമാഹരണം ലക്ഷ്യമിട്ട് റഷീദ് അലി ലേലത്തിന് വെച്ചത്. UAE പുറത്തിറക്കിയ ഖുർആൻ പതിപ്പ് സാധാരണ രീതിയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിച്ചെടുക്കാൻ കഴിയില്ല. ആകെയുള്ള 100 കോപ്പികളിൽ നിന്നാണ് ഒരെണ്ണം റഷീദ് അലി സ്വന്തമാക്കിയത്. തിരൂർക്കാട് പടിഞ്ഞാർപ്പാടം പള്ളിയുടെ ധനശേഖരണാർത്ഥമാണ് റഷീദ് അലി തോണിക്കര ഈ കുഞ്ഞു ഖുർആൻ ലേലത്തിന് വെച്ചിരിക്കുന്നത്. ലോകത്തിലെ
ഏറ്റവും ചെറിയ ഖുർആൻ്റെ പതിപ്പ്. അതന്ന് 100 പീസാണ് അവർ പുറത്തിറക്കിയത്. അതിലൊരു പതിപ്പ് എനിക്കും കൈവശപ്പെടുത്താൻ സാധിച്ചു. ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള, അതായത് തിരൂർക്കാട് പടിഞ്ഞാറപ്പാടത്ത് മസ്ജിദുർ റഹ്മാനിയ പള്ളിയുടെ ഖബർസ്ഥാൻ വിപുലീകരണാർത്ഥം അവിടെ ഫണ്ട് തികയാതെ വന്നപ്പോൾ ഇത് ലേലത്തിൽ വെക്കുക എന്നൊരാശയമാണ് എനിക്ക് ആദ്യം തോന്നിയത്. തന്റെ ശേഖരത്തിലെ അത്യാപൂർവ ഖുർആൻ പതിപ്പ് മഹല്ല് പള്ളിയുടെ ധനശേഖരണത്തിനായി വിട്ടുകൊടുക്കുന്നതിൽ ഏറെ സന്തോഷത്തിലാണ് റഷീദ് അലി. ന്യൂസ് 18 തിരൂർ. 10 വയസ്സിൽ ഇംഗ്ലീഷിൽ 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച കോഴിക്കോട് പാറക്കടവുകാരി ലൈബ നാട്ടുകാർക്ക് അത്ഭുതമാണ്. ഒന്നാമത്തെ പുസ്തകം ആമസോൺ ആണ് പ്രസിദ്ധീകരിച്ചത്. 2ാം പുസ്തകം അമേരിക്കയിലെ ലുലു ഓൺലൈൻ പ്രസാധകർ പുറത്തിറക്കിയതോടെ ലൈബ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയാണ്. നാദാപുരത്തു നിന്ന് വിദൂരമായ ഒരു ഗ്രാമമാണ് പാറക്കടവ്. ചെറിയ കഥകളിലൂടെ ചുട്ടുപൊള്ളുന്ന കഥാനുഭവം മലയാളിക്ക് പങ്കുവച്ച PK പാറക്കടവിന്റെ നാട്. അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ 10 വയസ്സുകാരി ലൈബ ഇംഗ്ലീഷ് കഥകൾ എഴുതുകയാണ്. ഓർഡർ ഓഫ് ദ ഗാലക്സി, ദ വാർ ഫോർ ദ സ്റ്റോളൻ ബോയ് എന്നിവ വായനക്കാരിൽ എത്തിക്കഴിഞ്ഞു. പാറക്കടവും നാദാപുരവും ഇന്ത്യയും കടന്ന വായനക്കാർ. ആമസോണാണ് പ്രസാധകർ. ഗാലക്സിയിലേക്ക് തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഒലിവർ 2ാമത്തെ പുസ്തകത്തിലും കഥാപാത്രമായി. ദ ഷോഫ് ലൈക്ക് ഓഫ് ലൈഫ് എന്ന ഈ പുസ്തകം പ്രസിദ്ധ ഇറ്റാലിയൻ എഴുത്തുകാരി നബ് റീസലിയാണ് രൂപകൽപ്പന ചെയ്തത്. അമേരിക്കയിലെ ലുലു ഓൺലൈനാണ് പ്രസാധകർ. കുറെ വായിച്ചപ്പോൾ എഴുതാനൊരാഗ്രഹം വന്നു. ഫിക്ഷൻ, ബയോഗ്രഫീസ്, നോവൽ അങ്ങനത്തെ എല്ലാം വായിക്കും. വായനക്കാരനെ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിൽ ലളിതമായ ഭാഷയാണ് ലൈബയുടേത്. പാറക്കടവിലെ തസ്നിം മുഹമ്മദിന്റെയും പെരിങ്ങാടിയിലെ അബ്ദുൾ ഖാസിത്തിന്റെയും മകളാണ് ലൈബ. ആദ്യമൊക്കെ ചെറിയ ചെറിയ ഫ്രേസസും കുഞ്ഞു സ്റ്റോറീസും ആയിരുന്നു. പിന്നെ കുറച്ച് വലിയ സ്റ്റോറീസ് എഴുതാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുത്തരും, വായിച്ചിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു തന്നപ്പോൾ ഞങ്ങൾ നീ ഒരു കഥ ഫുള്ളാക്ക്, എന്നിട്ട് നമ്മൾ വായിച്ചോളാം. അപ്പോൾ പിന്നെ ഓൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഞ്ഞു കഥ എഴുതിയിട്ട് കൊണ്ടുത്തരും, വായിച്ചിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി. ദോഹയിലെ ഒലിവിയ ഇന്റർനാഷണൽ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ലൈബ ഇപ്പോൾ അടുത്ത പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. ന്യൂസ് 18 വടകര. നീലക്കുറിഞ്ഞി എന്നും അത്ഭുത കാഴ്ചയാണ്. ഒരു പതിറ്റാണ്ടിലധികമായി പരിപാലിച്ച കുറിഞ്ഞിച്ചെടി പൂവിട്ടതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി മുട്ടുകാട് സ്വദേശിയായ ജോർജും കുടുംബവും. നീലക്കുറിഞ്ഞിയുടെ മനോഹര കാഴ്ചകൾ ആസ്വദിക്കുവാൻ നിരവധി ആളുകൾ ജോർജിന്റെ വീട് തേടിയെത്തുന്നുണ്ട്. ഈ വീട് ഡ്രൈവറായ ജോർജ് യാത്രക്കിടയിലാണ് കിഴക്കാതി മലയുടെ താഴ്വാരത്ത് റോഡരികിൽ കിടന്ന കുറിഞ്ഞിച്ചെടി എടുത്തുകൊണ്ടുവന്നത്. 10 വർഷത്തിലധികമായി വീട്ടുമുറ്റത്തെ അതിഥിയാണ് ഈ ചെടി. പുത്തടിയിലെ കഷറിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ റോഡ് സൈഡിൽ മണ്ണിടിഞ്ഞ് വീണ് അവിടെ ഈ ചോട് കിടക്കാറുണ്ട്. അവിടെ നിന്ന് ഒരു കഷ്ണം എടുത്തുകൊണ്ടെന്ന് ഞാനിവിടെ കൊണ്ട് ചെടി ഇവിടെ പൂ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട് വെച്ച് നോക്കിയതാണ്. ചെടികളെ ഏറെ സ്നേഹിക്കുന്നവരാണ് ജോർജും ഭാര്യ ലായിയും. നീലക്കുറിഞ്ഞി പൂക്കൾ കാണാനെത്തുന്നവർക്ക് ഇവരുടെ വീട്ടുമുറ്റത്തെ മറ്റ് ചെടികൾ ഒരുക്കുന്ന വർണ്ണവിസ്മയവും മനോഹര കാഴ്ചയായി മാറുന്നു. ന്യൂസ് 18 ഇടുക്കി. കാർഷിക കേരളം. കായംകുളത്തെ കുളങ്ങളിൽ മത്സ്യം വളർത്തൽ പദ്ധതിക്ക് തുടക്കമായി. പൊതുജലാശയങ്ങളെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. കായംകുളം ടൗണിലെ പൊതുജലാശയങ്ങളെ മാലിന്യമുക്തമാക്കുകയാണ് ലക്ഷ്യം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ സഹകരണത്തോടെ ഫിഷറീസ് വകുപ്പാണ് മത്സ്യങ്ങളെ കുളത്തിൽ നിക്ഷേപിച്ചത്. ചേരാവള്ളിക്കുളം, ഇരട്ടക്കുളം, കൃഷ്ണപുരം സാംസ്കാരിക കേന്ദ്രം, കൊട്ടാരം, കങ്കാലിൽ കുളം തുടങ്ങി നഗരസഭ നവീകരിച്ച 24 കുളങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 15,000 കുഞ്ഞുങ്ങളെയാണ് തുടക്കത്തിൽ നിക്ഷേപിച്ചത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും പൊതുജലാശയങ്ങളൊക്കെ മത്സ്യകൃഷിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതി ഇപ്പോൾ നടത്തിവരുന്നത്. കുളത്തിന്റെ വിസ്തൃതി അനുസരിച്ച് 6 മാസത്തിനുള്ളിൽ വിളവെടുക്കാവുന്ന തരത്തിലാണ് കൃഷി. സമീപ പഞ്ചായത്തുകളിലേക്കും പദ്ധതി വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ ചുറ്റുപാടുമൊക്കെ നല്ലപോലെ ഫെൻസ് ചെയ്ത് നല്ലപോലെ സംരക്ഷിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ പ്രദേശത്തുള്ളവർക്കും നഗരസഭയിലേക്കും മത്സ്യസമ്പത്ത് ഒരു മുതൽക്കൂട്ടാകും. അതിനു വേണ്ടിയിട്ട് ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയും അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാവിധ
സഹായങ്ങളും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. നഗരസഭ 27-ാം വാർഡിലെ ചേരാവള്ളിക്കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് 18 കായംകുളം. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.